നമസ്കാരം. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ നിരവധി അഭ്യൂഹങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദ് ആണോ ഇതിന് പിന്നിൽ എന്ന സംശയം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരു അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഇസ്രായേൽ ആയിരിക്കും എന്ന് തന്നെയാണ് ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. വർഷങ്ങളായി ശത്രുതയിൽ ഉള്ള രണ്ട് രാജ്യങ്ങളാണ് ഇറാനും ഇസ്രായേലും. മാത്രമല്ല അമേരിക്കയും സൗദിയും ഒക്കെ ഇറാന്റെ വലിയ ശത്രുക്കൾ തന്നെയാണ്. ഇവരെല്ലാവരും കൂടി നടത്തിയ ഒരു ഗൂഢാലോചനയാണോ പ്രസിഡന്റിന്റെ ഈ ഭരണത്തിലേക്ക് കലാശിച്ചത് എന്ന ഒരു ചർച്ചയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു വരുന്നത്. ഒരു മാസം മുൻപ് ഡമാസ്കസിൽ വെച്ച് ഒരു ഇറാനിയൻ ജനറലിനെ ഇസ്രായേൽ വധിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് ഇറാൻ ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണവും നടത്തിയിട്ടുണ്ടായിരുന്നു. പൊതുവെ ഈ ശത്രുക്കളെയൊക്കെ വധിച്ചു കളയുന്നതിൽ ഏറെ കുപ്രസിദ്ധി ആർജിച്ച ചാരസംഘടന ഇസ്രായേലിന്റെ മൊസാദ് എന്ന് പറയുന്നത്. ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞരെ അടക്കം വധിച്ച ചരിത്രം കൂടി മൊസാദിനുണ്ട്. അതുകൊണ്ട് ഈ കൊലയ്ക്ക് പിന്നിലും മൊസാദിന്റെ കരങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നത്. എന്നാൽ ഒരു രാജ്യത്തലവനെ വധിച്ചുകൊണ്ട് നേരിട്ട് യുദ്ധത്തിലേക്ക് വഴിയൊരുക്കാൻ ഇസ്രായേൽ ഇപ്പോൾ ശ്രമിക്കില്ല എന്നുള്ള മറുവാദം കൂടിയുണ്ട്. അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഇപ്പോൾ നിലനിൽക്കുന്നില്ല. മാത്രമല്ല പ്രസിഡന്റ് ആണ് എങ്കിൽ പോലും സ്വന്തം നാട്ടിൽ വലിയ ജനപ്രീതിയൊന്നും ഇല്ലാത്ത ആളാണ് റൈസി എന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൊന്നതുകൊണ്ട് പ്രത്യേകമായ ഒരു രാഷ്ട്രീയ സ്വാധീനമോ നേട്ടമോ ഒന്നും തന്നെ ഇസ്രായേലിന് ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് വാദിക്കുന്നവരും കുറവല്ല. എന്തായാലും മോശം കാലാവസ്ഥയാണ് എന്നറിഞ്ഞിട്ടും ഹെലികോപ്റ്റർ യാത്ര ഒരു രാജ്യത്തലവൻ തെരഞ്ഞെടുക്കുമോ എന്ന കാര്യം അല്ലെങ്കിൽ അത്തരം ഒരു ചോദ്യത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ചും സുരക്ഷാ കാര്യങ്ങളിലൊക്കെ കണിശത പുലർത്തുന്ന ഇറാൻ പോലെയുള്ള ഒരു രാജ്യത്ത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.